ഹലോ നമസ്കാരം, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു മാസീവ് റിവ്യൂവുമായി. മലയാളം മൂവി ഹിസ്റ്ററിയിലെ തന്നെ ഒരു എപ്പിക് റീയൂണിയൻ, മമ്മൂട്ടി പ്ലസ് മോഹൻലാൽ ഒരേ സ്ക്രീനിൽ 13 വർഷങ്ങൾക്ക് ശേഷം 2 ലെജൻഡ്സ് ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന പാട്രിയോട്ട്. ഹൈപ്പ് മാസീവ് ആണ്, എക്സ്പെക്ടേഷൻ സ്കൈ ഹൈ ആണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ മൂവി റിയൽ ബ്ലോക്ക് ബസ്റ്റർ ആണോ അതോ ഹൈപ്പ് മാത്രമേ ഉള്ളൂ? ഞാൻ ഇന്ന് നിങ്ങളോട് ഹോണസ്റ്റ് ആയിട്ട് പറയും, നോ ബയസ്, നോ ഫാൻ ബോയ് ടോക്ക്. ആദ്യമായിട്ട് നമുക്ക് മൂവി ഓവർവ്യൂ നോക്കാം. പാട്രിയോട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണൻ ആണ്. യെസ്, ടേക്ക് ഓഫ് ആൻഡ് മാലിക് ഫെയിം. കാസ്റ്റിംഗ് ടു ഗുഡ് ആണ്. മമ്മൂട്ടി ആസ് എ ഡോക്ടർ ഡാനിയൽ ജെയിംസ്, മോഹൻലാൽ ആസ് എ കേണൽ റഹീം നായിക്, ഫഹദ് ഫാസിൽ എപ്പോഴത്തെയും പോലെ ഷാർപ്പ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ, നയൻതാര സ്ട്രോങ് സപ്പോർട്ട് റോളിലുണ്ട്. പിന്നെ കുഞ്ചാക്കോ ബോബൻ, രേവതി, ദർശന എന്നിവരെല്ലാം ഡെപ്ത് ആഡ് ചെയ്യുന്നു. സ്റ്റോറി സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവേലൻസ് കോൺസ്പിറസി, നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്, കവേർട്ട് ഓപ്പറേഷൻ ദാറ്റ് ഈസ് റേസിംഗ് എഗനിസ്റ്റ് ടൈം. ബേസിക്കലി ഒരു ഹോളിവുഡ് ലെവൽ സ്പൈ ഡ്രാമ മലയാളത്തിൽ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി സ്റ്റോറി നോക്കാം. ഓക്കെ, ഡോണ്ട് വറി, നോ സ്പോയിലേഴ്സ്. ഈ മൂവിക്ക് സ്ലോ ഡെലിബറേറ്റ് ബിൽഡപ്പ് ഉണ്ട്. സീമിംഗ്ലി നോർമൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് സ്ലോലി ലേയേഴ്സ് ആഡ് ചെയ്ത് ഒരു മാസീവ് കോൺസ്പിറൻസി റിവീൽ ചെയ്യും. ഇതിന് പൊളിറ്റിക്കൽ ലെയർ ഉണ്ട്, നാഷണൽ ലെവൽ ക്രൈസിസ് ഉണ്ട്, സോഷ്യൽ എക്സ്പെരിമെന്റ് ദാറ്റ് പുട്ട് ലിവ്സ് അറ്റ് റിസ്ക്. ഇമ്പോർട്ടന്റ് തിങ് എന്താന്ന് വെച്ചാൽ ഇതൊരു ടിപ്പിക്കൽ മാസ് മൂവി അല്ല. മഹേഷ് നാരായണൻ അൺനെസസറി ഗിമിക്സ് ഒക്കെ ഒഴിവാക്കി ഗ്രൗണ്ടഡ് റിയലിസ്റ്റിക് നുവാൻസ് ത്രില്ലർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് തോട്ട്ഫുൾ, എൻഗേജിംഗ്, നോ മാസ് മൂവ്മെന്റ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കൂടുതൽ കോംപ്ലക്സ് ആവുന്നു. ചിലർക്ക് ബ്രില്യന്റ്, ചിലർക്ക് ഫ്ലാറ്റ് ആണ്. ഇനി നമുക്ക് പെർഫോമൻസ് റിവ്യൂ നോക്കാം. മമ്മൂട്ടി അബ്സല്യൂട്ട്ലി കമാൻഡിങ്. ഡോക്ടർ ഡാനിയൽ ആയിട്ട് കാം, കൺട്രോൾഡ്, ഡിവാസ്റ്റേറ്റിംഗ്ലി പവർഫുൾ. ഐ നെവർ സീൻ ഹിം ഇൻ സച്ച് റോൾ. പല റിവ്യൂവേഴ്സും പറയുന്നുണ്ടത്. അടുത്തത് മോഹൻലാൽ. ഹി ഈസ് ആക്ച്വലി എ ബോംബ്. നമുക്ക് ഇനീഷ്യലി സ്ക്രീൻ ടൈം ലിമിറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ നായിക്കായിട്ട് അദ്ദേഹം സ്ക്രീനിൽ എത്തുമ്പോൾ സ്ക്രീൻ വിൽ എക്സ്പ്ലോഡ്. നമ്മൾ ഓഡിയൻസിന് ഫീൽ ആകുന്നത് മമ്മൂട്ടി ലീഡ്, മോഹൻലാൽ എലിവേറ്റ്സ് എന്നാണ്. പിന്നെ ഉള്ളത് ഫഹദ് ഫാസിൽ എപ്പോഴത്തെയും പോലെ ഷാർപ്പാണ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നയൻതാര ഡീസന്റ്, വെൽ പ്ലേസ്ഡ് ആണ്. കുഞ്ചാക്കോ ബോബൻ സർപ്രൈസ് ആണ്, ഡെപ്ത് ആഡ് ചെയ്യുന്ന റോളാണ്. പിന്നെ രേവതി, ദർശന സ്ട്രോങ് സപ്പോർട്ട് റോളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ കാസ്റ്റ് എല്ലാവരും ഒന്നിച്ച് സ്ക്രീനിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓൾ ടുഗദർ സിനിമ ഈസ് എ മാജിക്. ഇനി നമുക്ക് ഡയറക്ഷൻ ആൻഡ് മേക്കിംഗ് നോക്കാം. മഹേഷ് നാരായൺ, അദ്ദേഹം ഒരു ഓഥ ആണ്. സ്ക്രീൻ പ്ലേ സ്ലോ ബട്ട് എൻഗേജിംഗ്, നെവർ ഡ്രിഫ്റ്റ്, ഓൾവേസ് ഓൺ പോയിന്റ്. റിയലിസ്റ്റിക് ട്രീറ്റ്മെന്റ്, നോ ഫോഴ്സ്ഡ് ഫാൻ സർവീസ്, സ്റ്റോറി ഫസ്റ്റ് അപ്രോച്ച് ആണ്. ടെക്നിക്കലി ദിസ് മൂവി ഈസ് ടോപ്പ് നോട്ട്. സിനിമാറ്റോഗ്രാഫി ഇന്റർനാഷണൽ ലെവലുള്ള വിഷ്വൽസ് ആണുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ സുഷീൻ ശ്യാം ടെറിഫിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എലോൺ ഈസ് എ റിയൽ എക്സ്പീരിയൻസ്. ഓവറോൾ ഫീൽ എന്ന് പറയുന്നത് ഗ്ലോബൽ സിനിമ വൈബ് വിത്തൗട്ട് ലൂസിംഗ് മലയാളം സോൾ. ഇനി വാട്ട് വർക്ക്സ്, വാട്ട് നോട്ട് വർക്ക്സ് എന്നുള്ളതാണ്. വാട്ട് വർക്ക്സിൽ മമ്മൂട്ടി പ്ലസ് മോഹൻലാൽ കോമ്പിനേഷൻ സീൻസ് അതൊരു പ്യുവർ ഗോൾഡ് ആണ്. പിന്നെ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. സോ വിഷ്വൽസ് എല്ലാം ഇന്റർനാഷണൽ ലെവലാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ലേയേർഡ് ആയിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആണ്, ഗ്രൗണ്ടഡ് ആണ്. മസാലാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ സുഷീൻ പൾസേറ്റിംഗ് ആൻഡ് ഇമേഴ്സീവ് ആണ്. ടെക്നിക്കൽ ടീം എല്ലാവരും ടോപ്പ് നോച്ച് ആണ്. പലരും പറയുന്നത് ഈ മൂവി മലയാളം സിനിമ ഹിസ്റ്ററിയിലെ തന്നെ ഹിസ്റ്റോറിക് ഇവന്റ് ആണ് എന്നുള്ളതാണ്. ഇനി വാട്ട് നോട്ട് വർക്ക്സിലേക്ക് കടക്കാം. സ്ലോ പേസ് ഇൻ ഫസ്റ്റ് ഹാഫ്, അതായത് മാസ് ഓഡിയൻസിന് ബോർ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ദിസ് മൂവി ഈസ് നോട്ട് എ മാസ് മൂവി. സീറോ ഹൈ മാസ് മൂവ്മെന്റ്സ് ആണ് മൂവിയിലുള്ളത്. സോ മാസ് പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ഇത് ഡിസപ്പോയിന്റഡ് ആകാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ഹാഫ് ബ്രില്യന്റിൽ നിന്നും ഫ്ലാറ്റിലേക്ക് ഫോൾ ചെയ്യുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്തത് സ്റ്റോറിയാണ്. സ്റ്റോറി പലർക്കും കൺഫ്യൂസിംഗ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് മോഹൻലാലിന്റെ എൻട്രി ആണ്. മോഹൻലാലിന്റെ എൻട്രി ലേറ്റ് ആണ് എന്ന് ഇനീഷ്യലി പലർക്കും തോന്നും. സോ ഇത് ഒരു എല്ലാവർക്കും വേണ്ടിയുള്ള മൂവി അല്ല. ഇനി നമുക്ക് പബ്ലിക് റിയാക്ഷൻ നോക്കാം. പബ്ലിക് റിയാക്ഷൻ മിക്സഡ് ടു പോസിറ്റീവ് ആണ്. ഫുള്ളി പാക്ഡ് ഇൻ ഡേ 1, മാസീവ് റിലീസ് ആണ്. സോ ഫുള്ളി പാക്ഡ് ആണ് തിയേറ്റേഴ്സ് ഒക്കെ. പിന്നെ റീയൂണിയൻ ഹൈപ്പ് റിയലി വർക്ക്. ആളുകൾ ഒരുപാട് പേര് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും റീയൂണിയൻ കാണാൻ എത്തുന്നുണ്ട്. സ്റ്റോറി ഡിവൈഡ് ദ ഓഡിയൻസ്. കണ്ടന്റ് ലവേഴ്സ് വിൽ ലവ് ദിസ് മൂവി. മാസ് ഓഡിയൻസ് മേ ബി വിൽ ഗെറ്റ് ഡിസപ്പോയിന്റഡ്. സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് ദിസ് പ്ലോട്ട് വിൽ റിയലി വർക്ക്സ് എന്നാണ്. ചിലർ പറയുന്നത് ഫസ്റ്റ് ഹാഫ് സൂപ്പർബ് ആണ്, സെക്കൻഡ് ഹാഫ് ഫ്ലാറ്റ് ആണ് എന്നാണ്. ബിഗ് സ്ക്രീനിൽ ധാരാളം ആളുകളുടെ ഒപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണിത്. ഇനി ഫൈനൽ വെർഡിക്റ്റ്. നിങ്ങൾ ഒരു മാസ് മൂവി ലവർ അങ്ങനെയുള്ള ആളാണെങ്കിൽ ദിസ് മൂവി ഈസ് നോട്ട് ഫോർ യു. റിയലിസ്റ്റിക് ഗ്രൗണ്ടഡ്
ഒരു സ്പൈ ത്രില്ലർ എൻജോയ് ചെയ്യണമെന്നുള്ളവരാണ് എങ്കിൽ ഗോ ആൻഡ് ബുക്ക് നൗ. പാട്രിയോട്ട് ഈസ് നോട്ട് ജസ്റ്റ് എ മൂവി, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. മലയാളം സിനിമ ഈ ലെവലിൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന മൂവി. ഇനി 13 വർഷത്തെ വെയിറ്റ് വർത്തിറ്റായോ? യെസ്, തീർച്ചയായും വർത്തിറ്റായി. 2 ലെജൻഡ്സ് ഒന്നിക്കുന്ന മൂവിയാണ്, തീർച്ചയായും വർത്തിറ്റാണ്. സോ എന്റെ റേറ്റിംഗ് 7.8 ഔട്ട് ഓഫ് 10 ആണ്. സോ ഗായ്സ്, പാട്രിയോട്ട് മൂവി നിങ്ങൾ വാച്ച് ചെയ്തു എങ്കിൽ കമന്റിൽ പറയൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മൂവീസിന്റെ റിവ്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. നമസ്കാരം.